Praise the Lord. Hallelujah. സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ 2025 മെയ് മാസം 3-ാം തീയതി നമുക്ക് ഒരുമിച്ച് ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ച കൃപകൾക്കായിട്ട് കരങ്ങൾ ഉയർത്തിയിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് ഓർത്ത് കർത്താവിന് വിശ്വാസത്താൽ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ഞങ്ങൾക്ക് മുൻപടെയായി പിൻപടെയായി അങ്ങനെ സാന്നിധ്യമുള്ളതിനായിട്ട് സ്തോത്രം. ഒരനർത്ഥം ഞങ്ങൾക്ക് ഭവിക്കാതെ, ഒരു ബാധ ഞങ്ങളുടെ കൂടാരത്തിൽ കയറുവാൻ അനുവദിക്കാതെ, ഞങ്ങളുടെ സകല വഴികളിലും ഞങ്ങളെ കാപ്പാൻ അങ്ങ് ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. 89-ാം സങ്കീർത്തനം പറയുന്നു, യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും, തലമുറ തലമുറയോളം എൻ്റെ വായ് കൊണ്ട് കർത്താവിൻ്റെ വിശ്വസ്തതയെ അറിയിക്കും. അതെ, ഹല്ലേലൂയ. കൃപകളെക്കുറിച്ച് പാടുക, ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് അറിയിക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അപ്പ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരമരുളുമെന്നുള്ള അങ്ങയുടെ വാഗ്ദത്തത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ടും സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിന്മേൽ ദൈവിക അത്ഭുതം യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്നും മാറിപ്പോകട്ടെ. പ്രത്യേകിച്ച് ടോൺസിലൈറ്റിസ് ആയിട്ട് ഭാരപ്പെടുന്ന, അഡിനോയിഡിനാൽ ഭാരപ്പെടുന്ന ഓരോ പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവേ, ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ ദൈവിക സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതുപോലെ തന്നെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അലർജികളും വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. എല്ലാ തരത്തിലുള്ള അലർജികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എല്ലാ ബാലൻസിൻ്റെ പ്രശ്നങ്ങളും, എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബാലൻസിൻ്റെ പ്രോബ്ലം, നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബാലൻസിൻ്റെ പ്രോബ്ലങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് യേശുവിൻ്റെ നാമത്തിൽ, അതിൻ്റെ കാരണം എന്താണെങ്കിലും അതിപ്പോൾ സൗഖ്യമാകട്ടെ, അതിപ്പോൾ സൗഖ്യമാകട്ടെ. ആ ബാലൻസ് പ്രോബ്ലം ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലേക്കും ദൈവിക ആരോഗ്യം ഇറങ്ങി വരട്ടെ. യേശുവിൻ നാമത്തിൽ അവർ ദൈവിക ആരോഗ്യത്തിൽ ജീവിക്കട്ടെ. അതുപോലെ സാമ്പത്തികമായ ഭദ്രത ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തക്കതായ പ്രപ്പോസൽസ് വരട്ടെ. അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ തടസ്സങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പേഴ്സണലായ പല നീഡുകൾ കാണും. അത് ഞങ്ങൾ ഒരുമിച്ച് അവരോടൊപ്പം ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തു തന്നെയാണെങ്കിലും ഈ സമയത്ത് യേശുവിൻ നാമത്തിൽ അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അങ്ങ് അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം, അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. അതെത്ര വലിയ പർവ്വതമാണെങ്കിലും യേശുവിൻ നാമത്തിൽ വേരോടെ പറഞ്ഞു മാറിപ്പോകാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തല്ലോ, അതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ലോകത്തെമ്പാടും കർത്താവിൻ്റെ ദാസന്മാർ, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവർ ഒക്കെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയൊരു റിവൈവൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. വലിയൊരു മുന്നേറ്റം ദൈവസഭയ്ക്ക് ഉണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടൊപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി നടക്കുന്ന സഭായോഗം നാളെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട്. ഇനി നമുക്ക് അടുത്ത ലൈവ് മീറ്റിംഗ് ഉള്ളത് തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ സമയം 9:30 അതിനുവേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1 John chapter 5
വേഴ്സ് 4, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ആമേൻ. ഇവിടെ വളരെ ക്ലിയറായിട്ട് ദൈവമക്കൾക്ക് എഴുതിയ ആമേൻ ലേഖനത്തിനകത്ത് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ യോഹന്നാൻ്റെ ലേഖനം തന്നെ, അതിൻ്റെ 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ നമ്മളിപ്പോൾ വായിച്ച അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം അതെങ്ങനെ. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം എന്നാ ചെയ്തിരിക്കുന്നു? ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശം അല്ലെങ്കിൽ അധികാരം കൊടുത്തു. അപ്പോൾ യേശുവിനെ കൈക്കൊണ്ട് കഴിയുമ്പോൾ, ഒരാൾ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ അവർ ആരായി മാറും? ദൈവത്തിൻ്റെ മക്കളായി മാറും. അപ്പോൾ അത് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് അവർ മക്കളാകുന്നത്. അപ്പോൾ അവരുടെ ജനനത്തെക്കുറിച്ച് അടുത്ത 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, പിന്നെ എങ്ങനെ? ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അവർ ജനിച്ചത് ദൈവത്തിൽ നിന്നാകുന്നു. അപ്പം ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിൽ നിന്ന് ജനിച്ച ഓരോ മക്കളോടും പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങൾ ലോകത്തെ ജയിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ ആമേൻ ഏത് പ്രതികൂലങ്ങൾ വന്നാലും, ഈ ലോകം പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ കൊണ്ട് നിറഞ്ഞതാണ്. യുദ്ധങ്ങൾ, പണപ്പെരുപ്പം, സാംസ്കാരിക ആശയക്കുഴപ്പം, ആത്മീയ നിസ്സംഗത. എന്നിരുന്നാലും ഇതിനെല്ലാം നടുവിൽ ആമേൻ ദൈവമക്കൾ പിന്മാറരുത്, മറിച്ച് എഴുന്നേൽക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല, നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല, തളർന്നു പോയിട്ടില്ല. തിരുവെഴുത്തനുസരിച്ച് നമ്മൾ ആരാണ്? ജേതാക്കളെക്കാൾ കൂടുതലാണ്. റോമലേഖനം 8:37 പറയുന്നു, നമ്മൾ ആമേൻ എന്നാ പറയുന്നത്? ഇവയിലൊക്കെയും നമ്മൾ പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കും. ഇതിലൊക്കെയും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കും. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, അതായത് നമ്മളിപ്പം പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും അവൻ ഏത് പ്രശ്നത്തിൻ്റെ മുമ്പിൽ, അത് രോഗമായിക്കോട്ടെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഏത് പ്രശ്നമാണെങ്കിലും അതിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾ അധരം തുറന്ന് പറയണം, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഈ പ്രശ്നത്തെ ഓവർകം ചെയ്യും. ദാവീദ് ഗോലിയാത്തിനെ കാണുമ്പോൾ ദാവീദ് പറഞ്ഞ ഇതേ പദമായിരുന്നു. ദാവീദ് ഗോലിയാത്ത് ഭയങ്കര ആയുധങ്ങളുമായിട്ട് ദാവീദിന് നേരെ വന്നു. ദാവീദിൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പം ഗോലിയാത്തിനോട് ദാവീദ് പറയാം, നീ എൻ്റെ നേരെ വരുന്നത് നിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളുമായിട്ട്, പക്ഷെ ഞാൻ നിൻ്റെ നേരെ വരുന്നത് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തില്ല. ഇതുപോലെ ദാവീദ് എന്നിട്ട് ആദ്യമേ തന്നെ ജയം ഡിക്ലെയർ ചെയ്തു. അതുപോലെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളും തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു നെഗറ്റീവ് റിപ്പോർട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തതായ ഒരു സാഹചര്യം വരുമ്പോൾ, ആ സാഹചര്യത്തോട് നമ്മൾ ഡിക്ലെയർ ചെയ്യണം, ഞാൻ ജയാളിയാണ്, കാരണം ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മളത് വിശ്വസിക്കണം. നമ്മുടെ അധരം പറഞ്ഞത് നമ്മളെന്തോ, അല്ലെങ്കിൽ ആദ്യം നമ്മൾ വിശ്വസിക്കണം, കാരണം ഇതിനെ ഞാൻ ഓവർകം ചെയ്യും, ഞാൻ ഇതിനകത്ത് ജയമെടുക്കും, കാരണം ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ജയിക്കും, അല്ലെങ്കിൽ ജനിച്ചതൊക്കെയും ഇതിനെ ഓവർകം ചെയ്യുമെന്നുള്ള തിരുവെഴുത്തുള്ളത് കൊണ്ട് ഞാൻ വാഗൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, അത് ഞാൻ എൻ്റെ അധരം കൊണ്ട് ഏറ്റു പറയുന്നു. 3, നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയണം. എന്നിട്ട് ഈ പ്രശ്നത്തോട് പറഞ്ഞ, പ്രശ്നമേ നിനക്കറിയാമോ, എന്നിൽ വസിക്കുന്നവൻ നിന്നിലുള്ളവനേക്കാൾ വലിയവനാ. ഹല്ലേലൂയ. അത് 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആമേൻ. എന്നിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഈ പ്രശ്നത്തെക്കാൾ വലിയവൻ എൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പ്രശ്നത്തെ ജയിക്കുക തന്നെ ചെയ്യും. അവസാനം ഈ പ്രശ്നത്തെ കണ്ടിട്ട് പറയണം, ഞാൻ ഇതിനെ ജയിച്ചു എന്ന് പറഞ്ഞ് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ജയത്തെ നിങ്ങൾക്ക് ആമേൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആമേൻ എന്ത് ചെയ്യാൻ പറ്റും? മാനിഫെസ്റ്റ് ചെയ്യാൻ, വെളിപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് ആദ്യ പ്രശ്നത്തെ നോക്കിയിട്ട് പ്രശ്നത്തോട് പറയണം, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. അത് കഴിഞ്ഞ് പ്രശ്നത്തോട് പറയണം, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. 3 ആ പ്രശ്നത്തിൻ്റെ മേൽ നമ്മൾ എന്ത് ചെയ്യണം? ജയഘോഷം നടത്തണം, അല്ലെങ്കിൽ ആരാധിക്കണം, ദൈവത്തെ ആരാധിക്കണം. ആമേൻ. ഈ പ്രശ്നത്തെ ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. ജയിച്ചതിനായി സ്തോത്രം എന്ന് പറയുമ്പോൾ നമുക്കതിനകത്തുനിന്ന് പുറത്തു വരുവാൻ കഴിയും. അതുകൊണ്ട് തോൽവിയുടെ മനോഭാവം ദൈവമക്കൾക്കുണ്ടാകരുത്. ജയത്തിൻ്റെ മനോഭാവമാണ് ഓരോ ദൈവ പൈതലിനും ഉണ്ടാകേണ്ടത്. തോൽവിയുടെ മനോഭാവം വന്നുപോയാൽ നമുക്ക് മുന്നേറി
മുന്നേറുവാൻ കഴിയത്തില്ല. നമ്മൾ തോൽവിയുടെ മനോഭാവമല്ല, ജയിച്ചവരാണ്. യേശു ക്രിസ്തുവിൽ നമ്മൾ ജയാളികളാണ്. അതുകൊണ്ട് അത് രോഗമായാലും ജീവിതത്തിലെ ഏത് പ്രശ്നമായാലും അതിൻ്റെ മുമ്പിൽ ജയത്തിൻ്റെ ഡിക്ലറേഷൻ നടക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.